ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ മലയാളം മീഡിയം ക്ലാസ്, അതായത് ഗുണന രീതികൾ എന്നുള്ള പാഠം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ STD5 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ STD5 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ ലഭ്യമാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രോഡക്റ്റ് ഡിഫറൻസ്. യു നോ ഹൗ ടു ആഡ് ആൻഡ് മൾട്ടിപ്ലൈ നമ്പേഴ്സ്, ഡോണ്ട് യു? നിങ്ങൾക്ക് നമ്പേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യലെന്നറിയില്ലേ? ഹിയർ ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഈസ് 15 + 8? 15 + 8 എത്രയാണ് മക്കളെ? എത്രയാണ്? 23 ആണല്ലേ. ആൻഡ് 18 + 5, 18ലേക്ക് 5 ആഡ് ചെയ്താലോ? ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 23. നെക്സ്റ്റ് ട്രൈ മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. ഹൗ മച്ച് ഈസ് 15 × 8? 15 × 8 അല്ലെങ്കിൽ 15 × 8 എത്രയാണ്? 8 × 5 40 ആണ്. 40ൽ 0 ഇട്ട് കൊടുക്കുക. പിന്നെ 1 × 8 8 ആണ്. 8ലേക്ക് 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ 12 ആണ്. സോ 120 ആണ്. ആൻഡ് 18 × 5, 18 × 5 എത്രയാണ്? 5 × 8 അതുപോലെ തന്നെ 40 ആണ്. 0 ഇട്ട് കൊടുക്കുക. 4 മൈൻഡായിട്ട് വെക്കുക. 1 × 5 5 ആണ്. 5ലേക്ക് 4 ആഡ് ചെയ്താൽ 9 ആണ് അല്ലേ. സോ 90 ആണ് ആൻസർ. സോ വൈ ഡു വി ഗെറ്റ് ദ സെയിം ആൻസർ ഓൺ ആഡിങ്? നമുക്ക് ആഡ് ചെയ്തപ്പോൾ സെയിം ആൻസർ വരാൻ കാരണം എന്താണ്? നമ്മൾ 18 + 5ഉം 15 + 8ഉം രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് സെയിം ആൻസർ ആണ് വന്നത്. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് 15 + 8ന് നമുക്ക് 15 എന്നതിനെ 10 + 5 എന്ന് എഴുതിക്കൂടെ? യെസ്. പിന്നെ +8 അങ്ങനെ മാറ്റി എഴുതി, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 18 + 5നെ നമുക്ക് എങ്ങനെ മാറ്റാം? 18നെ നമുക്ക് 10 + 8 എന്ന് എഴുതാം, +5. ഇവിടെ നമുക്ക് 8 ആഡഡ് ടു 5 ആൻഡ് 5 ആഡഡ് ടു 8 ബോത്ത് ഗിവ് 13, റൈറ്റ്? രണ്ടും 8 5ലേക്ക് ആഡ് ചെയ്താലും 5 8ലേക്ക് ആഡ് ചെയ്താലും നമുക്ക് 13 തന്നെയാണ് കിട്ടുന്നത്. വാട്ട് അബൌട്ട് മൾട്ടിപ്ലിക്കേഷൻ? എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ എന്താണ്? 15 × 8നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം മക്കളെ? 10 + 5 ആണ് 15. അതിനെ കോമൺ ആയിട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10നെയും 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 5നെയും മൾട്ടിപ്ലൈ ചെയ്യുക 8 വെച്ച്. അതായത് ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള രണ്ട് സംഖ്യകളെയും ബ്രാക്കറ്റിന് പുറത്തുള്ള ആ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ രണ്ട് സംഖ്യകളും തമ്മിൽ ആഡ് ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. ഇവിടെ ബ്രാക്കറ്റിനകത്തുള്ളത് 10 + 5 ആണ്. അപ്പോൾ 10നെയും 5നെയും 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 10 + 8 10 × 8 80 ആണ്. +8 × 5 40 ആണ്. സോ 80 + 40 ആണ് ആൻസർ, 120 അല്ലേ. പിന്നെ 18 × 5 ആകുമ്പോഴോ 10 + 8 ആവും ബ്രാക്കറ്റിനുള്ളിൽ × 5. ഇവിടെ 10നെയും 5 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, 8നെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 × 5 50 ആണ്, +8 × 5 40 ആണ്. സോ 50 + 40 90 ആണ്. ഹിയർ ഓൾസോ 5 × 8 ആൻഡ് 8 × 5 ഗിവ് ദ സെയിം പ്രോഡക്റ്റ് 40, ബട്ട് ദ റിമൈനിങ് പ്രോഡക്ട്സ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ഇവിടെ 5 × 8 എന്ന് പറഞ്ഞാലും 8 × 5 എന്ന് പറഞ്ഞാലും സെയിം ആണ്. പക്ഷേ 10 × 8ഉം 10 × 5ഉം മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ടോട്ടൽ ആൻസർ മാറിപ്പോകുന്നത്. വി ക്യാൻ സീ ദിസ് ബൈ ഡ്രോയിങ് പിക്ചേഴ്സ് ഓൾസോ. ഇത് നമുക്ക് ചിത്രങ്ങൾ വരച്ചും കാണാം. അങ്ങനെയാണ് 8ഉം 15ഉം ആണ് അല്ലേ. 8 × 15 ആണ് ആദ്യം. സോ അത് 8 നമ്മൾ താഴേക്ക് റോസും കോളംസും ആക്കിയിട്ട് എഴുതണം. 15 നേരെയും നമ്മൾ ലെങ്ത്തിലും എഴുതി. പിന്നെ 5 × 18 എന്ന് പറയുമ്പോൾ ഇതുപോലെ താഴെയുള്ളതുപോലെ 5 നമ്മൾ താഴേക്കും 18 നമ്മൾ എന്തായി നേരെയും റോസും കോളംസും ആക്കിയിട്ട് എഴുതി. ഇൻ ഈച്ച് പിക്ചേഴ്സ് ലെറ്റ്സ് മാർക്ക് ഓഫ് റോസ് ഓഫ് 10 ഡോട്ട്സ്. ഇനി രണ്ട് പിക്ചറിലും 10 ഡോട്ട്സ് വരുന്ന രീതിക്ക് റോസിൽ 10 വരുന്ന രീതിക്ക് മാർക്ക് ചെയ്യുക. കണ്ടോ? അപ്പോൾ 8 അതുപോലെ തന്നെ കോളം വൈസ് അങ്ങനെ തന്നെ. റോ വൈസ് ആദ്യത്തേത് 10ഉം 5ഉം ആയിട്ട് മാറും, രണ്ടാമത്തേത് 10ഉം 8ഉം ആയിട്ട് മാറും. നൗ ഇൻ ബോത്ത് പിക്ചേഴ്സ് ദ റൈറ്റ് ബ്ലോക്സ് ഹാവ് 40 ഡോട്ട്സ്. അപ്പോൾ രണ്ട് പിക്ചറിലെയും ഈ റൈറ്റ് സൈഡിലുള്ളത് സെയിം ആണ്. അതായത് ആദ്യത്തെ പിക്ചറിലുള്ളത് 5 റോസും 1 2 3 4 5 8 കോളംസും അല്ലേ. സോ അത് 40 ആണ്. രണ്ടാമത്തെ പിക്ചറിൽ 5 കോളംസും 8 റോസും, അതും 40 ആണ്. ആൻസർ 40 ആണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളതിനാണ് ചേഞ്ച് വരുന്നത്. ബട്ട് ദ ലെഫ്റ്റ് ബ്ലോക്സ് ഹാവ് 80 ആൻഡ് 50, റൈറ്റ്? അപ്പോൾ മുകളിലുള്ളതിൻ്റെ ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത് 80 ബ്ലോക്സ് ഉണ്ട്, താഴെയുള്ളതിൻ്റെ 50 ബ്ലോക്സും ഉണ്ട്. ബൈ ലുക്കിംഗ് അറ്റ് ദ പ്രൊഡക്ട്സ് ലൈക്ക് ദിസ് വി ഓൾസോ സീ സം അതർ തിങ്സ്. അപ്പോൾ 15 × 8 ഈസ് ലാർജർ ദാൻ 18 × 5.
അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന 2 കാര്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. 15 ഇൻറ്റു 8 എന്ന് പറയുന്നത് 18 ഇൻറ്റു 5-നേക്കാട്ടിലും കൂടുതലാണ്. 80 മൈനസ് 50 ഈക്വൽ ടു 3 മോർ. കണ്ടോ? അതായത് 15 ഇൻറ്റു 8 എന്ന് വെച്ചാൽ 80, സോറി, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രം കേട്ടോ 80 ആണ്. 80 ബ്ലോക്സ് ഉണ്ട്. പിന്നെ 18 ഇൻറ്റു 50 ലെഫ്റ്റ് സൈഡിൽ മാത്രം 50 ബ്ലോക്സ് ഉണ്ട്. സോ 80 മൈനസ് 50 ഈക്വൽ ടു 30 ആണ്. സോ ടോട്ടൽ 30 ബ്ലോക്സ് കൂടുതലുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, 30 നമ്പേഴ്സ് കൂടുതലാണ്, 30 മോർ ആണെന്ന് നമുക്ക് പറയാം. സോ ക്യാൻ വി സേ വിച്ച് ഓഫ് 16 ഇൻറ്റു 9 or 19 into 6 is larger without multiplying? How do we think about this? അപ്പോൾ 16 ഇൻറ്റു 9 ആണോ അതോ 19 ഇൻറ്റു 6 ആണോ വലുതെന്ന് നമുക്ക് എങ്ങനെ പറയാം? ഇതിനാദ്യം 16 ഇൻറ്റു 9നെ നമുക്ക് 10+6, 16നെ 10+6 എന്നും മാറ്റി എഴുതാം. എന്നിട്ട് ഇൻറ്റു 9 വെച്ച് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ബ്രാക്കറ്റിനകത്തുള്ള 10നെയും 6നെയും പുറത്തുള്ള 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 10 ഇൻറ്റു 9 പ്ലസ് 6 ഇൻറ്റു 9. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് 19 ഇൻറ്റു 6ഉം ചെയ്ത് നോക്കാം. 19 ഇൻറ്റു 6ൽ 19നെ നമുക്ക് 10+9 എന്ന് മാറ്റി എഴുതാം. 10+9 ഇൻറ്റു 6 അല്ലേ? ഇതിൽ ബ്രാക്കറ്റിനകത്തുള്ള 10നെയും 9നെയും ബ്രാക്കറ്റിന് പുറത്തുള്ള 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 ഇൻറ്റു 9 പ്ലസ് 6 ഇൻറ്റു അല്ലെങ്കിൽ 9 ഇൻറ്റു 6. ഇതിൽ 6 ഇൻറ്റു 9 എന്ന് പറഞ്ഞാലും ആദ്യത്തേതിലുള്ള 6 ഇൻറ്റു 9 എന്ന് പറഞ്ഞാലും രണ്ടാമത്തേതിലുള്ള 9 ഇൻറ്റു 6 രണ്ടും എന്താണ്? സെയിം ആണ്. പിന്നെ ചേഞ്ച് ആവുന്നത് ഏതാണ്? ബ്രാക്കറ്റിനകത്തുള്ള 10 ഇൻറ്റു 9ഉം 10 ഇൻറ്റു 6ഉം ആണ്. സോ 10 ഇൻറ്റു 9 എന്ന് വെച്ചാൽ 90 ആണ്. 10 ഇൻറ്റു 6 എന്ന് വെച്ചാലോ 60 ആണ്. അപ്പോൾ വിച്ച് ഈസ് ലാർജർ? 10 ഇൻറ്റു 9 അഥവാ 16 ഇൻറ്റു 9 ആണ് ലാർജർ. എത്ര കൂടുതലുണ്ട്? ഹൗ മച്ച് മോർ? 10 ഇൻറ്റു 9 എന്ന് വെച്ചാൽ 90 ആണ്. 10 ഇൻറ്റു 6 എന്ന് വെച്ചാൽ 60 ആണ്. സോ 90 മൈനസ് 60 ഈക്വൽ ടു 30 മോർ ആണ്. 30 കൂടുതലുണ്ട്. Now, in each of the pairs of products given below, can you figure out in your head which is larger and how much more? ഇനി താഴെ നമുക്ക് കുറച്ച് പെയേഴ്സ് തന്നിട്ടുണ്ട്. അതിലേതാണ് കൂടുതൽ അല്ലെങ്കിൽ എത്ര കൂടുതലുണ്ട് അത് നിങ്ങൾക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് 12 ഇൻറ്റു 8, 18 ഇൻറ്റു 2. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം? ആദ്യം 12 ഇൻറ്റു 8നെ നമുക്ക് 12നെ 10+2 ഇൻറ്റു 8, 12+2 എന്ന് എഴുതിയിട്ട് 8 കൊണ്ട് പൊതുവായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബ്രാക്കറ്റിനകത്തുള്ള 10നെയും 2നെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 10 ഇൻറ്റു 8 പ്ലസ് 2 ഇൻറ്റു 8. ഇനി അടുത്തത് 18 ഇൻറ്റു 2 ആണ്. അപ്പോൾ 18നെ നമുക്ക് 10+8 എന്ന് എഴുതാം. ഇൻറ്റു 2 കൊണ്ട് പൊതുവായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10 ഇൻറ്റു 2 പ്ലസ് 8 ഇൻറ്റു 2. ഇതിൽ രണ്ടിലും 8 ഇൻറ്റു 2, 2 ഇൻറ്റു 8 അത് രണ്ടും എന്താണ്? രണ്ടിലും സെയിം ആണ്. പിന്നെ ചേഞ്ച് വരുന്നത് ഏതിനാണ്? ആദ്യത്തേതിൽ 10 ഇൻറ്റു 8 ആണ്. രണ്ടാമത്തേതിൽ 10 ഇൻറ്റു 2 ആണ്. സോ 10 ഇൻറ്റു 8 എന്ന് വെച്ചാൽ 80 ആണ്. 10 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 20 ആണ്. സോ ഇതിൽ ഏതാണ് വലുത്? 12 ഇൻറ്റു 8 ആണല്ലേ വലുത്. എത്ര കൂടുതലുണ്ട്? 80 മൈനസ് 20 ഈക്വൽ ടു 60 മോർ ആണ്. രണ്ടാമത്തേത് 17 ഇൻറ്റു 6ഉം 16 ഇൻറ്റു 7ഉം ആണ്. 17 ഇൻറ്റു 6നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 10 പ്ലസ് 7 ഇൻറ്റു 6. പിന്നെ അതുപോലെ 10 പ്ലസ് 7 ഇൻറ്റു 6 ആണ്. അതിൽ നമുക്ക് രണ്ടിനെയും 6 കൊണ്ട് പൊതുവായിട്ട് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 10 ഇൻറ്റു 6 പ്ലസ് 7 ഇൻറ്റു 6. അടുത്തത് 16 ഇൻറ്റു 7 ആണ്. അതായത് ഇതിനെ നമുക്ക് 10 പ്ലസ് 6 എന്ന് മാറ്റി എഴുതാം. 7 കൊണ്ട് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 ഇൻറ്റു 7 പ്ലസ് 6 ഇൻറ്റു 7. ഇതിൽ 7 ഇൻറ്റു 6ഉം 6 ഇൻറ്റു 7ഉം എന്താണ്? സെയിം ആണ്. പിന്നെ ചേഞ്ച് വരുന്നത് ഏതിനാണ്? 10 ഇൻറ്റു 6ഉം 10 ഇൻറ്റു 7ഉം ആണ് അല്ലേ? അപ്പോൾ 10 ഇൻറ്റു 6 എന്ന് വെച്ചാൽ 16 ആണ്. 10 ഇൻറ്റു 7 60 ആണ്. 10 ഇൻറ്റു 7 എന്ന് വെച്ചാൽ 70 ആണ്. സോ ഏതാ വലുത്? 70 ആണ്. അതായത് 16 ഇൻറ്റു 7 ആണ് വലിയ നമ്പർ. ഹൗ മച്ച് മോർ? 70 മൈനസ് 60 ഈക്വൽ ടു 10 മോർ ആണ്. ഇനി മൂന്നാമത്തേത് 13 ഇൻറ്റു 9ഉം 19 ഇൻറ്റു 3ഉം ആണ്. ഇതിൽ 13 ഇൻറ്റു 9നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 10 പ്ലസ് 3 ഇൻറ്റു 9 എന്ന് എഴുതാം. ഇതിൽ നമുക്ക് 10നെയും 3യെയും 9 വെച്ച് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു 9 പ്ലസ് 3 ഇൻറ്റു 9. ഇനി അടുത്തത് 19 ഇൻറ്റു 3 ആണ്. അതിന് നമുക്ക് 19നെ നമുക്ക് 10 പ്ലസ് 9 എന്നും ഇൻറ്റു 3 കോമൺ ആയിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എങ്ങനെ വരും? 10 ഇൻറ്റു 3 പ്ലസ് 9 ഇൻറ്റു 3. ഇതിൽ 3 ഇൻറ്റു 9 എന്ന് പറയുന്നതും 9 ഇൻറ്റു 3 എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. അത് ചേഞ്ച് വരുന്നത് 10 ഇൻറ്റു 9ഉം 10 ഇൻറ്റു 3ഉം ആണ്. 10 ഇൻറ്റു 9 എന്ന് വെച്ചാൽ 90 ആണ്. 10 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 30 ആണ്. സോ ഏതാണ് ലാർജർ? 13 ഇൻറ്റു 9 ആണ് ലാർജർ. ഹൗ മച്ച് മോർ? 90 മൈനസ് 30 ഈക്വൽ ടു 60 മോർ.
ഇനി നാലാമത്തേത് 25 ഇൻറ്റു 6ഉം 26 ഇൻറ്റു 5ഉം ആണ്. 25 ഇൻറ്റു 6നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 20 പ്ലസ് 5 ഇൻറ്റു 6 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ എന്താണ് ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പറിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 ഇൻറ്റു 6 പ്ലസ് 5 ഇൻറ്റു 6 എന്ന് വരും. അടുത്തത് 26 ഇൻറ്റു 5 ആണ്. സോ അതിനെ നമുക്ക് 20 പ്ലസ് 6 ഇൻറ്റു 5 എന്ന് എഴുതാം. അതായത് 20 ഇൻറ്റു 5 പ്ലസ് 6 ഇൻറ്റു 5. ഇവിടെ 5 ഇൻറ്റു 6 എന്ന് വെച്ചാലും 6 ഇൻറ്റു 5 എന്ന് വെച്ചാലും സെയിം ആണ്. ബാക്കി ചേഞ്ച് വരുന്നത് ഏതിനാണ്? 20 ഇൻറ്റു 5 20 ഇൻറ്റു 6 അതിനാണ് ചേഞ്ച് വരുന്നത്. ഇതിൽ ഏതാ മക്കളെ വലുത്? 20 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 100 ആണ്. 20 ഇൻറ്റു 6 എന്ന് വെച്ചാൽ എത്രയാണ്? 120 ആണ്. സോ 25 ഇൻറ്റു 6 ആണ് ഇതിൽ ലാർജർ. ഹൗ മച്ച് മോർ? 120 മൈനസ് 100 ഈക്വൽ ടു 20 മോർ. റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ. ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ എത്ര ഡോട്ട്സ് ഉണ്ട്? 13 റോസ് കോളം വൈസും 15 ഡോട്ട്സ് റോ വൈസും ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ എണ്ണി നോക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 13 ഇൻറ്റു 15 ചെയ്ത് നോക്കിയാൽ മതി. 13 റോസ് ഈച്ച് ഓഫ് 15 ഡോട്ട്സ്. 15 ഇൻറ്റു 13 ഡോട്ട്സ് ഇൻ ഓൾ. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ടു കമ്പ്യൂട്ട് ദിസ് ഫസ്റ്റ് ലെറ്റ് സ്പ്ലിറ്റ് ഈച്ച് റോ ഇൻറ്റു 10 ആൻഡ് 5 ഡോട്ട്സ്. അപ്പോൾ ഈ 15 റോസ് 15 റോസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ 15 റോസിനെ നമ്മൾ 10ഉം 5ഉം ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. 10 റോസും 5 റോസും ആക്കി ഡിവൈഡ് ചെയ്യാം. നൗ ദ ലെഫ്റ്റ് ബ്ലോക്ക് ഹാസ് 10 ഇൻറ്റു 13 ഡോട്ട്സ് ആൻഡ് ദ റൈറ്റ് ഹാസ് 5 ഇൻറ്റു 13. ഇപ്പോൾ ലെഫ്റ്റ് ബ്ലോക്കിലുള്ളതിൽ എത്രയാണ്? 13 ഇൻറ്റു 10ഉം ആണ്. റൈറ്റിലുള്ളത് 5 ഇൻറ്റു 13ഉം ആണ്. ടു മേക്ക് ദ കാൽക്കുലേഷൻ സ്റ്റിൽ മോർ സിമ്പിൾ ലെറ്റ് സ്പ്ലിറ്റ് ഈച്ച് കോളം ഇൻറ്റു 10 ആൻഡ് 3. ഇതിനെ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ 13 ഇൻറ്റു 5 കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെ നമുക്ക് 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ഭാഗത്തിലാക്കാം. അതായത് കോളംസ് നമ്മൾ 10ഉം 3ഉം ആക്കിയിട്ട് മാറ്റി. അപ്പോൾ റോസ് 10ഉം 5ഉം കോളംസ് 10ഉം 3ഉം ആക്കിയിട്ട് മാറ്റി. Now we can easily compute the number of dots in each of the 4 blocks separately. ഇപ്പോൾ നമുക്ക് എല്ലാ ബ്ലോക്കിലുള്ള എല്ലാ കോളത്തിലുള്ള ഡോട്ട്സ് എത്ര എണ്ണം ഉണ്ടെന്ന് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തൂടെ? യെസ്, ആദ്യം 10 കോളംസും 10 റോസും ഉള്ളത് എത്ര വരും? 10 ഇൻറ്റു 10 വരും. പിന്നെ 5 റോസും 10 കോളംസും ഉള്ളത് എന്ത് വരും? 5 ഇൻറ്റു 10 വരും. പിന്നെ 10 റോസും 3 കോളംസ് ഉള്ളത് എന്ത് വരും? 10 ഇൻറ്റു 3 വരും. പിന്നെ 3 കോളംസും 5 റോസും ഉള്ളത് എന്ത് വരും? 5 ഇൻറ്റു 3 എന്ന് വരും. സോ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണക്കുകളാണല്ലേ. ദസ് വി ക്യാൻ കാൽക്കുലേറ്റ് 15 ഇൻറ്റു 13 ഈക്വൽ ടു 10 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 10 പ്ലസ് 10 ഇൻറ്റു 3 പ്ലസ് 5 ഇൻറ്റു 3. 10 ഇൻറ്റു 10 എന്ന് വെച്ചാൽ 100 ആണ്. 5 ഇൻറ്റു 10 എന്ന് വെച്ചാൽ 50 ആണ്. 10 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 30 ആണ്. 5 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 15 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 195 എന്ന ആൻസർ കിട്ടും. നൗ can't you calculate such products without drawing dots? ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കണക്കുകൾ വന്നാൽ ഇങ്ങനെ കോളംസ് വരച്ച് അതിൽ കുത്തൊക്കെ ഇട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാനുള്ള മെത്തേഡാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ഡു 18 ഇൻറ്റു 12. വി ക്യാൻ ഡു ദ കോമ്പ്യൂട്ടേഷൻ ലൈക്ക് ദിസ്. 18 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ക്വയർ എടുക്കുന്നു കേട്ടോ. ഈ സ്ക്വയറിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ 18 ഇൻറ്റു 12 ആണ് നമുക്ക് വേണ്ടത്. 18നെ നമ്മൾ 10 പ്ലസ് 8 എന്ന് മാറ്റി എഴുതി. 12നെ നമ്മൾ 10 പ്ലസ് 2 എന്ന് മാറ്റി എഴുതി. അതാണ് സെക്കൻഡ് പിക്ചറിൽ തന്നിരിക്കുന്നത്. ഇനി ഓരോ കോളംസും ഓരോ റോസും പരസ്പരം ഓരോ നമ്പേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 10 ഇൻറ്റു 10 100, 10 ഇൻറ്റു 8 80, ദെൻ 10 ഇൻറ്റു 2 20, 2 ഇൻറ്റു 8 16. സോ എന്നിട്ട് ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. 100 പ്ലസ് 20 പ്ലസ് 80 പ്ലസ് 16 ഈക്വൽ ടു 216 ആണ്. സിമ്പിൾ അല്ലേ മക്കളെ? If the numbers to be multiplied are written only on the top and the left side, the sum of each row can be written on the right and then add them to get final product. നോക്കൂ, ഇനി തന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. നമുക്ക് 118ഉം 12ഉം ആയിരുന്നു. 18നെ നമ്മൾ 100 പ്ലസ് 8 എന്നും 12നെ 10 പ്ലസ് 2 എന്ന് മാറ്റി എഴുതി. 10 ഇൻറ്റു 10 100, 8 ഇൻറ്റു 10 80, 10 ഇൻറ്റു 2 20, 8 ഇൻറ്റു 2 16. അപ്പോൾ 100 പ്ലസ് 80 നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഒരു വേറൊരു 2 കോളംസ് വരച്ച് ചെയ്യുകയാണ്. 100ഉം 80യും കൂടെ ആഡ് ചെയ്താൽ 180, 20യും 16ഉം കൂടെ ആഡ് ചെയ്താൽ 36. പിന്നെ സിമ്പിളല്ലേ, ഈ 180യും 36ഉം കൂടെ ആഡ് ചെയ്താൽ 216. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അതായത് 4ൻ്റെ സമ്മും കാണാതെ പകരം 2 സമ്മ് വീതം കണ്ടിട്ട് അത് രണ്ടും ആഡ് ചെയ്ത് നോക്കിയാലും മതി.
നൗ ട്രൈ ടു കമ്പ്യൂട്ടിംഗ് ദ പ്രൊഡക്ട്സ് ബിലോ ലൈക്ക് ദിസ്. താഴെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 ഉണ്ട്. 5 പ്രൊഡക്റ്റ് ഇതുപോലെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യത്തേത് നോക്കൂ, 13 ഇൻറ്റു 15 ആണ്. 13 ഇൻറ്റു 15 ചെയ്യാൻ നമുക്ക് ആദ്യം ഇതുപോലെ സ്ക്വയർ വരച്ച് 4 സ്ക്വയേഴ്സ് ആക്കിയിട്ട് നമുക്കതിൽ ചെയ്യാം. 13 നമുക്ക് 10+3 എന്നും 15 നമുക്ക് 10+5 എന്നും എഴുതാം. 10 ഇൻറ്റു 10 100 ആണ്. ദെൻ 3 ഇൻറ്റു 10 30 ആണ്. പിന്നെ 10 ഇൻറ്റു 5 50 ആണ്. 3 ഇൻറ്റു 5 15 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കൂ, 195 ആണ് ആൻസർ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 17 ഇൻറ്റു 16 ആണ്. 17 നമുക്ക് 10+7 എന്നും 16 10+6 എന്നും മാറ്റി എഴുതാം. സോ എങ്ങനെ ഒരു ആൻസേഴ്സ് മക്കളെ? 10 ഇൻറ്റു 10 100 ആണ്. 7 ഇൻറ്റു 10 70 ആണ്. 10 ഇൻറ്റു 6 60 ആണ്. 7 ഇൻറ്റു 6 42 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 272 എന്നാണ് ആൻസർ വരുന്നത്. മൂന്നാമത്തേത് 18 ഇൻറ്റു 19 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 18 നമുക്ക് 10+8 എന്നും 19 10+9 എന്നും എഴുതാം. 10 ഇൻറ്റു 10 100 ആണ്. പിന്നെ 8 ഇൻറ്റു 10 80 ആണ്. 10 ഇൻറ്റു 9 90 ആണ്. 8 ഇൻറ്റു 9 72 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 342 എന്നാണ് ആൻസർ വരുന്നത്. അടുത്തത് 14 ഇൻറ്റു 18 ആണ്. ഇതിൽ 14 നമുക്ക് 10+4 എന്നും 18 10+8 എന്നും എഴുതാം. 10 ഇൻറ്റു 10 100 ആണ്. ദെൻ 4 ഇൻറ്റു 10 40 ആണ്. 8 ഇൻറ്റു 10 80 ആണ്. 4 ഇൻറ്റു 8 32 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 252 എന്ന് വരും. അതായത് 14 ഇൻറ്റു 18 എന്ന് പറഞ്ഞാൽ 252 ആണ് ആൻസർ. അവസാനത്തേത് നോക്കൂ, 15 ഇൻറ്റു 15 ആണ്. ഇതിൽ നമുക്ക് 15 രണ്ടും 15 ആയതുകൊണ്ട് 10+5 രണ്ടിനെയും 10ഉം 5ഉം ആക്കിയിട്ട് മാറ്റി എഴുതാം. 10 ഇൻറ്റു 10 100 ആണ്. 10 ഇൻറ്റു 5 50 ആണ്. 5 ഇൻറ്റു 10 50 ആണ്. 5 ഇൻറ്റു 5 25 ആണ്. 4ഉം ആഡ് ചെയ്യുമ്പോൾ 225 എന്ന് വരും. സോ 15 ഇൻറ്റു 15 എന്ന് വെച്ചാൽ 225 ആണ് ആൻസർ. We can also compute different products like this. For example, let's try 24 into 17. അപ്പോൾ ഇതുവരെ നമ്മൾ 10 ഇൻറ്റു 10 വരുന്ന രൂപത്തിലാണല്ലേ ചെയ്തത്. ഇതുപോലെ നമുക്ക് ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ചെയ്യാം. എക്സാമ്പിളായിട്ട് 24 ഇൻറ്റു 17 നോക്കാം. 24ന് നമുക്ക് 20+4 എന്നും 17 10+7 എന്നും എഴുതാം. 20 ഇൻറ്റു 10 200 ആണ്. 4 ഇൻറ്റു 10 40 ആണ്. 20 ഇൻറ്റു 7 140 ആണ്. 4 ഇൻറ്റു 7 28 ആണ്. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 408 എന്ന് വരും. നെക്സ്റ്റ് വാട്ട് അബൌട്ട് 35 ഇൻറ്റു 29? 35ലേക്ക് 29 മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ വരും? 35നെ നമുക്ക് 30+5 35 എന്ന് എഴുതാം. 29 നമുക്ക് 20+9 എന്ന് എഴുതാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 30 ഇൻറ്റു 20 3 ഇൻറ്റു 2 6 ആണ്. 2 0 കൂടെ ഇട്ട് കൊടുത്താൽ 600. 5 ഇൻറ്റു 20 100. 30 ഇൻറ്റു 9 270. 5 ഇൻറ്റു 9 45. ഇതിൽ 600ഉം 100ഉം ആഡ് ചെയ്താൽ 700 ആയി. പിന്നെ 270യും 45 ആഡ് ചെയ്താൽ 315 ആയി. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 1015 എന്ന് വരും. നിങ്ങൾക്ക് 4ഉം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ഹൗ അബൌട്ട് 345 ഇൻറ്റു 26? ഇനി നമുക്ക് 345ഉം 26ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരുമെന്നാണ് നോക്കേണ്ടത്. ഇവിടെ 345 എന്ന് പറയുന്നത് 3 ഡിജിറ്റ് നമ്പർ ആയിട്ട് മാറിയല്ലേ. അപ്പോൾ നമുക്കിതിനെ 100ഉം 10ഉം 1ഉം ആക്കിയിട്ട് മാറ്റി എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് 345നെ 300+40+5 എന്ന് എഴുതാം. 26നെ 20+6 എന്നും എഴുതാം. ഇനി ഓരോന്നായിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 300ഉം 20ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6000. 40യും 20യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 800. 5ഉം 20യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6900 എന്ന് വരും. പിന്നെ അതുപോലെ 300ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ 1800. 40യും 6ഉം ആഡ് ചെയ്യുമ്പോൾ 240. 5ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ 30. അങ്ങനെ 3 നമ്പേഴ്സും കൂടെ, അതായത് 1800ഉം 240യും 30യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2070 എന്ന് വരും. ഇനി നമുക്ക് ഈ കിട്ടിയിട്ടുള്ള 2 നമ്പേഴ്സ് ആഡ് ചെയ്യാം. 6900ഉം 270യും. അപ്പോൾ നമുക്ക് ആൻസർ 8970 എന്ന് വരും. നൗ ട്രൈ ദീസ് പ്രോബ്ലംസ് ഓൺ യുവർ ഓൺ. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. Question 1. കമ്പ്യൂട്ട് ദ പ്രൊഡക്ട്സ് ബിലോ. താഴെ തന്നിരിക്കുന്നതിൻ്റെ പ്രൊഡക്ട്സ് കാണുക. ആദ്യത്തേത് 12 ഇൻറ്റു 34 ആണ്. 12നെ നമുക്ക് 10+2 എന്ന് എഴുതാം. 34നെ 30+4 എന്നും എഴുതാം. 30 ഇൻറ്റു 10 300 ആണ്. 4 ഇൻറ്റു 10 40 ആണ്. 30 ഇൻറ്റു 2 60. 4 ഇൻറ്റു 2 8. 300+40 340 ആണ്. 60+8 68 ആണ്. ഇനി 340യും 68ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 408 എന്ന് വരും.
അതായത് 34 × 12 അല്ലെങ്കിൽ 12 × 34 എന്ന് വെച്ചാൽ 408 ആണ്. രണ്ടാമത്തേത് 23 × 45 ആണ്. 23യെ നമുക്ക് 20 + 3 എന്ന് എഴുതാം. 45നെ 40 + 5 എന്ന് മാറ്റി എഴുതാം. 20 × 40 800 ആണ്. 3 × 40 120 ആണ്. 20 × 5 100 ആണ്. 3 × 5 15 ആണ്. 800 + 120 ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് 920 എന്ന് വരും. പിന്നെ 100ഉം 15ഉം കൂടെ ആഡ് ചെയ്താൽ 115 എന്ന് വരും. ഈ 920ഉം 115ഉം കൂടെ ആഡ് ചെയ്താൽ 1035 എന്ന് വരും. അതായത് 23 × 45 = 1035 ആണ് ആൻസർ. മൂന്നാമത്തേത് 75 × 75 ആണ്. 75നെ നമുക്ക് 70 + 5 എന്ന് റോ വൈസും കോളം വൈസും ഒന്ന് തന്നെയാണ്, അങ്ങനെ മാറ്റി എഴുതാം. 70 × 70 7 × 7 49 ആണ്. അതിലേക്ക് 2 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 4900 ആണ്. പിന്നെ 70 × 5 350 ആണ്. അതായത് 5 × 7 35 ആണ്. പിന്നെ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 70 × 5 350, 5 × 5 25. 4900ഉം 350യും കൂടെ ആഡ് ചെയ്താൽ 5250 ആണ്. 350യും 25ഉം ആഡ് ചെയ്താൽ 375 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുക. അതായത് 5250യും 375ഉം ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ 5625 എന്ന് വരും. അതാണ് 75 × 75ൻ്റെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 123 × 45. അപ്പോൾ 123 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 100 + 20 + 3 എന്നും 45നെ 40 + 5 എന്നും അങ്ങനെ മാറ്റി എഴുതാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100 × 40 4000 ആണ്. 20 × 40 800 ആണ്. 3 × 40 120 ആണ്. പിന്നെ 100 × 5 500 ആണ്. 20 × 5 100 ആണ്. 3 × 5 15 ആണ്. ഇനി ഓരോ റോയിലുള്ളതും തമ്മിൽ കൂട്ടി നോക്കുക. 4000 + 800 + 120 4920 ആണ്. 500 + 100 + 15 615 ആണ്. ഇനി ഈ 4920ഉം 615ഉം ആഡ് ചെയ്യുക. അപ്പോൾ 5535 എന്ന് വരും. അതാണ് 123 × 45 എന്നതിൻ്റെ ആൻസർ. അടുത്തത് നോക്കൂ, അഞ്ചാമത്തേത് 320 × 78 ആണ്. ഇതിൽ 320യെ നമുക്ക് 300 + 20 എന്ന് എഴുതാം. 78നെ നമുക്ക് 70 + 8 എന്ന് എഴുതാം. 300 × 70 എത്ര വരും മക്കളെ? 3 × 7 ചെയ്യുക. അതിലേക്ക് 3 0 ഇട്ട് കൊടുക്കുക. 3 × 7 21 ആണ്. അതിലേക്ക് 3 0 കൂടി ഇടുമ്പോൾ 21,000. പിന്നെ അടുത്തത് 20 × 70 ആണ്. 2 × 7 14 ആണ്. പിന്നെ 2 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 1400 ആണ്. പിന്നെ 300 × 8 3 × 8 24 ആണ്. 2 0 കൂടെ ഇട്ടുമ്പോൾ 2400. പിന്നെ 20 × 8 2 × 8 16 ആണ്. അതിലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 160. ഇനി നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം 21,000 + 1400 ചെയ്യുക. അപ്പോൾ നമുക്ക് 22,400 എന്ന് കിട്ടും. 22,400. ഓക്കെ. പിന്നെ നമുക്ക് 2,400ഉം 160യും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2,560 ആണ്. ഇനി ഈ 2,560യും ആദ്യം കിട്ടിയ 22,400ഉം കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 24,960 എന്നാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ദാറ്റ് 36 × 15 = 540. കമ്പ്യൂട്ട് ദ ഫോളോയിങ് പ്രോഡക്ട്സ് ഇൻ യുവർ ഹെഡ്. അപ്പോൾ നമുക്ക് ഒരു ആൻസർ തന്നിട്ടുണ്ട്. എന്താണ്? 36 × 15 എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ്റെ ആൻസർ 540 ആണ്. ഇനി നമുക്ക് നമ്മളുടെ മൈൻഡിൽ ചെയ്യണം. എന്താണ്? താഴെ തന്നിരിക്കുന്ന 4 ക്വസ്റ്റ്യൻസ്. 36 × 16. 36 × 15 എന്താണ്? 540 ആണ്. അപ്പോൾ 36 × 16 എന്ത് വരും? 15 തവണ 36 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 15 ടൈംസ് 36 ആഡ് ചെയ്യുമ്പോൾ 540 വന്നു. അങ്ങനെയാണെങ്കിൽ 16 ടൈംസ് 36 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 540യിലേക്ക് ഒരു 36 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് 576 എന്ന് വരും. മൂന്നാമത്തേത് 37 × 15. അതായത് 37 ടൈംസ് 15. അപ്പോൾ 36 × 15 എന്താണ്? 540 ആണ്. അപ്പോൾ 37 ടൈംസ് ആകുമ്പോൾ എന്ത് വരും? 540യിലേക്ക് 15 ഒരു തവണ കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 555 ആണ് ആൻസർ. അടുത്തത് 36 × 14. 15 ടൈംസ് 36 ആഡ് ചെയ്താൽ നമുക്ക് 540 കിട്ടും. അപ്പോൾ 14 ടൈംസ് ആണെങ്കിലോ 36 ആഡ് ചെയ്യുന്നത് 540 - 36 ചെയ്ത് നോക്കണം. അത് കാണാൻ ഈ 540യിൽ നിന്ന് നമ്മൾ ഒരു 36 മൈനസ് ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ? അപ്പോൾ 504 ആണ് ആൻസർ.
അടുത്തത് 35 ഇൻറ്റു 15. 36 ടൈംസ് നമ്മൾ 15 ആഡ് ചെയ്താൽ 540 ആണ്. 35 ടൈംസ് ആണെങ്കിലോ 540 മൈനസ് 15 ചെയ്യേണ്ടി വരും. സോ ആൻസർ 525. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 16 ഗേവ് 1360. Question 1. What will be the product if the next number is multiplied by 16? ഏതോ ഒരു നമ്പറിന് നമ്മൾ 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1360 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിൻ്റെ നെക്സ്റ്റ് നമ്പറിനെ 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 1360ലേക്ക് 16 ഒരു തവണ കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എത്ര വരും? 1376. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ഇതിലെ? വാട്ട് വിൽ ബി ദ പ്രൊഡക്റ്റ് ഇഫ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ ദിസ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 16? ഈ നമ്പറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നമ്പറിനെയാണ് 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതെങ്കിലുള്ള ആൻസർ എന്തായിരിക്കും? അപ്പോൾ 16 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1360 ആണ് വന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള നമ്പർ വെച്ച് 16 മൾട്ടിപ്ലൈ ചെയ്തിരുന്നെങ്കിലോ ഈ 1360യേക്കാൾ 16 കുറവായിരിക്കും അല്ലേ? അതായത് 1360 മൈനസ് 16 എത്ര വരും? 1344. സ്ക്വയർ നമ്പേഴ്സ്. What are the different ways to arrange 36 dots into rectangles? 36 ഡോട്ട്സിനെ ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെ മെത്തേഡിൽ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 36ൻ്റെ ഡിഫറെൻറ്റ് മൾട്ടിപ്ലിക്കേഷൻസ് നമ്മൾ നോക്കേണ്ടി വരും അല്ലേ? അപ്പോൾ 36 മാത്രമായിട്ട് ആദ്യം ഒറ്റ റോയിൽ 36 ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് പോവാം. അതായത് 1 × 36 = 36 ആണ്. ഇനി നമ്മൾ 2 റോയിലാക്കുകയാണെങ്കിലോ 36 നമുക്ക് അതുപോലെ 18 ഡോട്ട്സ് വീതം 18 ഡോട്ട്സ് വീതമുള്ള 2 റോസ് വേണ്ടി വരും. അതായത് 2 × 18 ആണ് 36. ഇനി ഇതുപോലെ 3 റോസ് ആക്കുകയാണെങ്കിൽ നമുക്ക് 12 വീതമായിരിക്കും ഓരോ റോസിലും ഉണ്ടായിരിക്കുക. അതായത് 3 × 12 ആണ് 36. ഇനി 4 റോസ് ആക്കുകയാണെങ്കിലോ അപ്പോൾ 9 വീതം ഉണ്ടായിരിക്കും. 4 × 9 ആണ് 36. ഇനി 6 × 6 ആണ് 36. അപ്പോൾ 6 റോസും 6 കോളംസും ഉണ്ടായിരിക്കും. Now we can turn around the first 3 rectangles. One of them is a special kind of rectangle, isn't it? Can we make a square with any number of dots? അപ്പോൾ നമുക്ക് അവസാനത്തെ മെത്തേഡ് ഉണ്ടല്ലോ, അതായത് 6 × 6. അതെന്താണ് മക്കളെ? ഒരു സ്ക്വയർ ഡോട്ട്സ് ആണ്. അതായത് റോസും കോളംസും ഈക്വൽ ആണ്, 6ഉം 6ഉം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ നമ്പേഴ്സും 36ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സിനെയും അതുപോലെ ആക്കാൻ പറ്റുമോ? സ്ക്വയർ ആക്കാൻ പറ്റുമോ? ഇല്ല, 6നെ മാത്രമേ ആക്കാൻ പറ്റുള്ളൂ അല്ലേ? How many dots are placed in rows and columns to create a square with 36 dots? 6 നമ്മൾ ഓൾറെഡി പറഞ്ഞു. 36 ഡോട്ട്സിനെ നമ്മൾ സ്ക്വയർ ആക്കണമെങ്കിൽ റോസും കോളംസും 6 വീതം വേണം. Now can't you make a few more squares? ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ക്വയേഴ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ സ്ക്വയർ? എന്താണ് സ്ക്വയർ ആക്കണമെങ്കിൽ ഉള്ള പ്രത്യേകത എന്താണ്? റോസും കോളംസും സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള ചില നമ്പേഴ്സാണ് താഴെ തന്നിരിക്കുന്നത്. 36 ആണെങ്കിൽ നമുക്ക് 6 × 6, അതായത് 6 റോസും 6 കോളംസും ആക്കുകയാണെങ്കിൽ നമുക്ക് 6 × 6 = 36 വരും. ഇനി 5 റോസും 5 കോളംസും ആക്കുകയാണെങ്കിൽ 5 × 5 25 വരും. 4 റോസും 4 കോളംസും ആക്കുകയാണെങ്കിൽ 4 × 4 16 ആവും. 3 റോസും 3 കോളംസും ആണെങ്കിൽ 3 × 3 9 ആണ്. അതുപോലെ 2 റോസും 2 കോളംസും ആണെങ്കിൽ 2 × 2 4 ആണ്. നമുക്ക് 6നെ മേലേക്ക് ഇനി 7ഉം 8ഉം എല്ലാ നമ്പേഴ്സിനും ഇതുപോലെ ആക്കിക്കൂടെ? സച്ച് നമ്പേഴ്സ് ആർ കോൾഡ് സ്ക്വയർ നമ്പേഴ്സ് ഓർ സിംപ്ലി സ്ക്വയേഴ്സ്. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ സ്ക്വയേഴ്സ് എന്നും വിളിക്കാം. Thus, squares are numbers got by multiplying a number with itself. 1 is also included among squares. You know that 1 = 1 × 1. അപ്പോൾ എന്താണ് സ്ക്വയേഴ്സ് എന്താ, അല്ലെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഒരു നമ്പറിനെ ആ നമ്പർ വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണല്ലേ. അങ്ങനെയുള്ള നമ്പേഴ്സാണ് സ്ക്വയേഴ്സ്. 1നെയും നമുക്ക് സ്ക്വയേഴ്സിൽ ഉൾപ്പെടുത്താം. കാരണം നമുക്കറിയാം 1 × 1 എന്ന് വെച്ചാൽ ആൻസർ 1 ആണ്. അതിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വിച്ച് ഈസ് ദ നെക്സ്റ്റ് സ്ക്വയർ ആഫ്റ്റർ 36? 36ന് ശേഷമുള്ള നെക്സ്റ്റ് സ്ക്വയർ ഏതാണ്? 36 എന്ന് പറയുന്നത് 6 × 6 ആണ്. സോ നെക്സ്റ്റ് 7 × 7 49 ആയിരിക്കും. വിച്ച് വൺ കംസ് ആഫ്റ്റർ ഇറ്റ്? അതിന് ശേഷമുള്ളത് ഏതാണ്? 49ന് ശേഷം വരിക 8 × 8. 8 × 8 = 64 ആണ്. സോ നെക്സ്റ്റ് സ്ക്വയർ 64 ആണ്. നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കൂ. ആദ്യം 2 × 2 ആണ്, അതായത് 4. 1 + 3 കണ്ടോ? ആദ്യം ഒരു ഡോട്ട്, പിന്നെ അതിന് താഴെയുള്ള 3 ഡോട്ട്സ്. പിന്നെ അടുത്തത് 9, അതിനെ 1 + 3 + 5. പിന്നെ അടുത്തത് നോക്കൂ 1 + 3 + 5 + 7, അത് 16. പിന്നെ 25 ആണ് 1 + 3 + 5 + 7 + 9,
അപ്പം എന്താ മക്കളെ ഒരു സ്പെഷ്യാലിറ്റി തോന്നുന്നത്? ഓഡ് നമ്പേഴ്സ് ആണല്ലേ. ഓഡ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്ത് വരുന്നതാണ് നമുക്ക് എന്ത് സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്ക്വയേഴ്സ് കിട്ടാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. വിച്ച് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു 25 ടു ഗെറ്റ് ദ നെക്സ്റ്റ് സ്ക്വയർ? അപ്പോൾ 25ലേക്ക് ഇനി ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നെക്സ്റ്റ് സ്ക്വയർ കിട്ടുക? നമ്മൾ ഇതുവരെ 9 വരെ ആഡ് ചെയ്തു. സോ നെക്സ്റ്റ് ഓഡ് നമ്പർ 11 ആണ്. സോ 11 ആഡ് ചെയ്യേണ്ടി വരും. 11 ആഡ് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് നമ്പർ കിട്ടും. To get square 36, how many odd numbers starting with 1 must be added at 36 കിട്ടണമെങ്കിൽ നമ്മൾ 1 മുതൽ 11 വരെയുള്ള ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യണം. അറ്റ് വിച്ച് പൊസിഷൻ ഈസ് 36 if squares are ordered? നമ്മൾ അത് എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് ഇനി നോക്കുന്നത്. അപ്പോൾ 36 സ്ക്വയർ വരുന്നത് എപ്പോഴാണ് മക്കളെ? 6th പൊസിഷനിലാണ് അല്ലേ? അതായത് 6 into 6 അല്ലേ? സോ 6th പൊസിഷനിലാണ്. അപ്പോൾ അതായത് 6th വരുന്ന ഓഡ് നമ്പർ ഏതാണ്? 1, 3, 5, 7, 9, 11. കണ്ടോ? 6th വരുന്ന ഓഡ് നമ്പർ ഏതാണോ അതുവരെയുള്ള ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് നമുക്ക് 36 കിട്ടുന്നത്. താഴെ നോക്കൂ, ഓഡ് നമ്പേഴ്സ് 1 ഫസ്റ്റ് പൊസിഷൻ ആകുമ്പോൾ ഓഡ് നമ്പർ 1 തന്നെ വരുന്നു, സ്ക്വയർ 1 തന്നെ വരുന്നു. നെക്സ്റ്റ് ഓഡ് നമ്പർ അതായത് 3 ആണ്. അപ്പോൾ 1 + 3 ആ 2 പൊസിഷനിലുള്ള ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് സ്ക്വയർ രണ്ടാമത്തെ പൊസിഷനിലുള്ള സ്ക്വയർ കിട്ടും 4. ഇനി ആദ്യത്തെ 3 പൊസിഷനിലുള്ള ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതായത് 1 + 3 + 5 ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ പൊസിഷനിലുള്ള സ്ക്വയർ കിട്ടും, അതായത് 9. പിന്നെ അടുത്ത 4 നമ്പേഴ്സ് 4 ഓഡ് നമ്പേഴ്സ് 4 പൊസിഷനിലുള്ള ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതായത് 7 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4th പൊസിഷനിലുള്ള 16 കിട്ടും. ഇനി അഞ്ചാമത്തേത് കാണാമെങ്കിൽ 5 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യണം, 1 + 3 + 5 + 7 + 9. അപ്പോൾ നമുക്ക് 5th പൊസിഷനിലുള്ള സ്ക്വയർ കിട്ടും, അതായത് 25. ഇങ്ങനെ സോ ഓൺ നമുക്ക് ഇത്ര വേണമെങ്കിലും ചെയ്തു പോവാം അല്ലേ. നൗ ട്രൈ ദീസ് പ്രോബ്ലംസ്. ഇന്ന് നമുക്ക് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെയ്യാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് 11 × 11 ആൻഡ് 111 × 111. ഇത് സിമ്പിളാണ് മക്കളെ. നമുക്ക് ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല. അതിൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ 11നെ നമുക്ക് 10 + 1 എന്നും 10 + 1 എന്ന് താഴേക്ക് എഴുതിയിട്ട് റോ വൈസും കോളം വൈസും അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം 1, 2 2 പൊസിഷൻസ് അല്ലേ ഉള്ളത് ഇത്. സോ 100ൻ്റെ ഒരു വൺസിൻ്റെ ആദ്യത്തെ ഒരു പൊസിഷൻ 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ 2 ആണ് 2. പിന്നെ 2ന് താഴെയുള്ള അടുത്ത നമ്പർ ഏതാണ്? 2ന് താഴെ 1 ആണ്. അപ്പോൾ 1, 2, 1 121 ആണ് ആൻസർ. ഇനി അടുത്ത നമ്പർ 111 × 111 ആണ്. ഇവിടെ 111 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെ 100 + 10 + 1 എന്ന് റോ വൈസും കോളം വൈസും എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇതിൽ? 3 പ്ലേസ് ഉണ്ട് അല്ലേ? 1, 2, 1, 1, 1 3 പ്ലേസ് ഉണ്ട്. സോ 1, 2, 3 പിന്നെ 3 കഴിഞ്ഞിട്ട് താഴേക്ക് വീണ്ടും എഴുതുക 2, 1 അങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ ഇത് തന്നെയായിരിക്കും വരുന്നത്. നമുക്ക് മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനെ 11 ആണെങ്കിൽ 10 + 1 എന്നും 111 ആണെങ്കിൽ 100 + 10 + 1 100 + 10 + 1 അങ്ങനെ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഗസ് ദാറ്റ് 1111 × 1111 വുഡ് ബി ചെക്ക് വെദർ യുവർ ഗസ് ഈസ് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ 1111 × 1111 എത്രയായിരിക്കും? ഇവിടെ 1111 എന്ന് പറയുമ്പോൾ എത്ര പൊസിഷൻസ് ഉണ്ട് മക്കളെ? 4 പൊസിഷൻസ് ഉണ്ട് അല്ലേ. സോ നമ്മൾ 4 വരെ എഴുതണം. 1, 2, 3, 4 പിന്നെ അതിനെ ഡിസെൻഡിങ് ഓർഡറിൽ താഴേക്ക് തന്നെ എഴുതുക. 1, 2, 3, 4 3, 2, 1 അങ്ങനെ. കണ്ടോ? ഇത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? 1111നെ നിങ്ങൾ 1000 + 100 + 11 + 1 നമ്മൾ റോ വൈസും കോളം വൈസും കോളങ്ങൾ വരച്ച് ചെയ്തില്ലേ, അതുപോലെ ചെയ്ത് നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് ആൻസർ ഇത് തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പാറ്റേൺ ഓഫ് സച്ച് പ്രൊഡക്ട്സ്. ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിൻ്റെ പാറ്റേൺ എഴുതുക. അങ്ങനെയാണെങ്കിൽ പാറ്റേൺ നമുക്ക് എഴുതാം. ആദ്യം നമുക്ക് ഇപ്പോൾ എഴുതിയ ആ 2 ആൻസേഴ്സ്, ആ 3 ആൻസേഴ്സ് നോക്കാം. 11 × 11 ആണെങ്കിൽ 1, 2, 1 ആൻസർ വരും. പിന്നെ 111 × 111 ആണെങ്കിൽ 1, 2, 3, 2, 1 എന്ന ആൻസർ വരും. അടുത്തത് 1111 1111 × 1111 ആണെങ്കിൽ 4 പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ 1, 2, 3, 4 3, 2, 1 എന്ന് വരും. ഇനി അടുത്ത പാറ്റേൺ എന്ത് വരും? 1111. അപ്പോൾ ഇവിടെ 5 പൊസിഷൻ വന്നു, അത് × 1111 കേട്ടോ. 5 പൊസിഷൻസ് വന്നു, അതുകൊണ്ട് നമ്പർ എന്ത് വരും? ആൻസർ 1, 2, 3, 4, 5 4, 2, 4, 3, 2, 1 എന്ന് വരും. 5 വരെ അസെൻഡിങ്ങിൽ എഴുതുക, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഡിസെൻഡിങ്ങിലും എഴുതുക. ഇനി 6 പൊസിഷൻസിലും എഴുതിക്കൂടെ നിങ്ങൾക്ക്?
1 2 3 4 5 6 പിന്നെ 6 കഴിഞ്ഞിട്ട് ഡിസെൻഡിങ്ങിൽ 5 4 3 2 1 അങ്ങനെ വരും കേട്ടോ. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് കാൽക്കുലേഷൻസ്. 1 + 3 = 4, 4 + 5 = 9, 9 + 7 = 16. കണ്ടിന്യൂ ദിസ് ടു കമ്പ്യൂട്ട് ദ സ്ക്വയേഴ്സ് അപ് ടു 100. എന്താ പറഞ്ഞിരിക്കുന്ന മക്കളെ? 1 + 3 = 4 ആണ്. പിന്നെ ആ 4ലേക്ക് നമ്മൾ അടുത്ത 3 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഓഡ് നമ്പർ 5 ആഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടും. അത് അടുത്ത സ്ക്വയർ ആണല്ലേ. പിന്നെ ഈ 9ലേക്ക് നമ്മൾ അടുത്ത ഓഡ് നമ്പർ, അതായത് 5 കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 7, അത് ആഡ് ചെയ്താൽ നമുക്ക് 16 കിട്ടും, അതായത് അടുത്ത സ്ക്വയർ കിട്ടും. ഇങ്ങനെ 100 കിട്ടുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? 16ലേക്ക് 7 കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പറായ 9 ആഡ് ചെയ്യാം. അപ്പോൾ ആൻസർ 25, അടുത്ത സ്ക്വയർ കിട്ടിയല്ലേ. ഇനി ഈ സ്ക്വയറിലേക്ക് 9 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഓഡ് നമ്പർ 11 ആഡ് ചെയ്യുമ്പോൾ 36, 36ലേക്ക് അടുത്ത ഓഡ് നമ്പർ 13 ആഡ് ചെയ്യുമ്പോൾ 49, പിന്നെ 49ലേക്ക് നെക്സ്റ്റ് ഓഡ് നമ്പർ ആയിട്ടുള്ള 15 ആഡ് ചെയ്യുമ്പോൾ 64, അത് അടുത്ത സ്ക്വയർ ആണ്. ഇനി ഈ 64ലേക്ക് 15 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഓഡ് നമ്പർ 17 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ക്വയർ 81 കിട്ടും. പിന്നെ 81ലേക്ക് നമ്മൾ അടുത്ത ഓഡ് നമ്പർ 19 ആഡ് ചെയ്യുമ്പോൾ 100 ആൻസർ കിട്ടും, അതായത് 100 വരെ ഉള്ള സ്ക്വയേഴ്സ് നമുക്ക് കിട്ടി. തേർഡ് ക്വസ്റ്റ്യൻ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1 3 5 ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 400? ഇതുപോലെ എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് നമുക്ക് 400 കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ തൊട്ട് മുൻപ് ചെയ്തപ്പോൾ നമുക്കറിയാം, നോക്കൂ, 10 × 10 ആണ് 100 അല്ലേ. അപ്പോൾ 400 എത്രയാണ്? 20 × 20 ആണ്. അതായത് 20 ഓഡ് നമ്പേഴ്സ് കൂട്ടുമ്പോഴാണ് നമുക്ക് 400 കിട്ടുക. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ ആഡഡ് ഇൻ ദിസ്? ഈ സീരീസിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ഓഡ് നമ്പർ ഏതായിരിക്കും? അതായത് 400 ആവാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 400 കിട്ടുന്ന രീതിക്ക് വരുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ നമ്പർ, അതായത് 20th നമ്പർ ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓഡ് നമ്പേഴ്സാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് 1 3 5 അങ്ങനെ എഴുതി പോവാം, എന്നിട്ട് 20ാമത്തെ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്. എന്താണ്? 20ാമത്തെ നമ്പറാണ് വേണ്ടത് അല്ലേ. നമ്മൾ 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 20ാമത്തെ നമ്പർ നോർമലി നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഏതാ വരുന്ന? 20 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൽ ഓഡ് നമ്പേഴ്സ് മാത്രം വരുമ്പോൾ എന്ത് വരും? 20 × 2 - 1 അല്ലേ. അപ്പോൾ ഓഡ് നമ്പേഴ്സ് മാത്രം എന്ന് പറയുമ്പോൾ ഓരോ നമ്പേഴ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ 40ൽ നിന്ന് ഒരെണ്ണം മൈനസ് ചെയ്യുക, അതായത് 20 × 2 ചെയ്യുക. അപ്പോൾ 40 ആണ്. 40 - 1 അതായിരിക്കും 20th നമ്പർ. 39 ആയിരിക്കും 20th നമ്പർ. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ 4, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ 50th ഓഡ് നമ്പർ? 50ാമത്തെ ഓഡ് നമ്പർ ഏതാണ്? അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? സാധാരണ 50 എന്ന് പറയുമ്പോൾ 50th നമ്പർ എന്ന് പറയുമ്പോൾ 50 ആണ് വരെ അല്ലേ. ഇത് ഓഡ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയിൽ ഓരോ നമ്പേഴ്സ് സ്കിപ്പ് ചെയ്ത് പോകണം. അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ചെയ്യുക. 50 × 2 - 1 ചെയ്യുക. 50 × 2 100 ആണ്. 100ൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുക. 100 - 1 = 99 ആണ് 50th ഓഡ് നമ്പർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to ദിസ് നമ്പർ? 1 മുതൽ ആ നമ്പർ വരെ, 50th നമ്പർ വരെ, അതായത് 1 മുതൽ 99 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ത്? കാണാൻ എന്താ എളുപ്പവഴി? നമുക്കറിയാം 99 എന്ന് പറയുന്നത് എത്രാമത്തെ നമ്പറാണ്? 50th ഓഡ് നമ്പറാണ് അല്ലേ. 50ാമത്തെ ഓഡ് നമ്പറാണ്. അപ്പോൾ 50 × 50 ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. 50 × 50 എത്രയാണ്? 2500 ആണ്. അതാണ് അത്രയും ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ്. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ആദ്യത്തേത് കണ്ടോ? 4 = 1 + 2 + 1. പിന്നെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഡോട്ട്സിനെ ഇങ്ങനെ 9 ഡോട്ട്സിനെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ 9 = 1 + 2 + 3 + 2 + 1. 16 = 1 + 2 + 3 + 4 പിന്നെ അതിൻ്റെ ഡിസെൻഡിങ് 3 + 2 + 1. ക്വസ്റ്റ്യൻ 1, ഹൗ ഡു വി റൈറ്റ് 25 ആസ് എ സം ലൈക്ക് ദിസ്? ഇതുപോലെ 25നെ നമുക്ക് എങ്ങനെ ഇതുപോലെ സമ്മാക്കി എഴുതാം? 16 നമ്മൾ 4 വരെയാണെന്ന് കണ്ടു. 25 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 5 × 5 ആണ് അല്ലേ. അപ്പോൾ 5 വരെ നമുക്ക് അങ്ങനെ എഴുതാം. 1 + 2 + 3 + 4 + 5 + 4 + 3 + 2 + 1. ഹൗ അബൌട്ട് 36? 36 എന്ന് പറയുന്നത് 6 × 6 ആണ്. അപ്പോൾ നമുക്ക് 6 വരെ അങ്ങനെ എഴുതാം. 1 + 2 + 3 + 4 + 5 + 6 + 5 + 4 + 3 + 2 + 1. ക്യാൻ യു റൈറ്റ് 100 ആസ് സച്ച് എ സം? ഇതുപോലെ 100 സമ്മാക്കി എഴുതാൻ പറ്റുമോ? യെസ്, പറ്റും. കാരണം എന്താണ്? 100 10 × 10 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 10 വരെയുള്ള നമ്പർ ഇതുപോലെ അസെൻഡിങ്ങിലും ഡിസെൻഡിങ്ങിലും എഴുതി നോക്കിയാൽ മതി. 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10 + 9 + 8 + 7 + 6 + 5 + 4 + 3 + 2 + 1.
സ്ക്വയർ പ്രൊഡക്റ്റ് 4 ആൻഡ് 9 ആർ സ്ക്വയേഴ്സ്. വാട്ട് അബൌട്ട് ദയർ പ്രൊഡക്റ്റ്? ഇപ്പോൾ 4ഉം 9ഉം സ്ക്വയർ നമ്പേഴ്സാണ് നമ്മൾ കണ്ടു അല്ലേ. അത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എന്താണ്? 4 × 9 = 36. നമുക്ക് മറ്റൊരു സ്ക്വയർ കിട്ടും അല്ലേ. 36 ഓൾസോ ഈസ് എ സ്ക്വയർ. 36 എന്ന് വെച്ചാൽ 6 × 6 ആണ്. അപ്പോൾ 4 × 9 നമുക്ക് ഇവിടെ ഡോട്ട് ഇട്ടിട്ട് തന്നിട്ടുണ്ട്. നോക്കൂ, 4 റോസും ഇങ്ങനെ അതുപോലെ കോളംസും റോസും ആക്കിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുതന്നെയാണ് 6 × 6, അതായത് 4 വീതമുള്ള 9 കോളങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ അത് 36 ആണ്. ദാറ്റ് മീൻസ് 6 × 6 ആണ്. ഷാൾ വി കൺസിഡർ 2 അതർ സ്ക്വയേഴ്സ്? ഇതുപോലെ വേറെ 2 സ്ക്വയേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈസ് 25 × 16 എ സ്ക്വയർ? 25 × 16 ഒരു സ്ക്വയർ നമ്പർ ആണോ? ബിഫോർ ചെക്കിംഗ് ഇറ്റ് ബൈ ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്. 25 എന്ന് പറയുന്നത് 5 × 5 ആണ്. 16 എന്ന് പറയുന്നത് 4 × 4 ആണ്. സോ 25 × 16 എന്ന് പറയുന്നത് 5 × 5 × 4 × 4 ആണ്. ഇത് നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതാൽ, അതായത് 5 × 4 × 5 × 4 എന്ന് എഴുതിക്കൂടെ. 5 × 4 20 ആണ്. സോ 20 × 20 ആണ് 25 × 16 എന്ന് പറഞ്ഞാൽ. 20 × 20 മീൻസ് എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ എ സ്ക്വയർ. 20 × 20 എന്ന് വെച്ചാൽ 400 ആണ്. അത് ഒരു സ്ക്വയർ ആണ്. ഇൻ ദ സെയിം വേ കാൺ വി സീ ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് എനി 2 സ്ക്വയർ ഈസ് എഗെയിൻ എ സ്ക്വയർ? ഇതുപോലെ എടുത്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2 സ്ക്വയേഴ്സിൻ്റെ പ്രൊഡക്റ്റ് മറ്റൊരു സ്ക്വയർ ആയിട്ടായിരിക്കും നമുക്കതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടുക എന്ന് മനസ്സിലാക്കിക്കൂടെ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ താഴെയുണ്ട്. ക്വസ്റ്റ്യൻ 1, റീറൈറ്റ് ഈച്ച് ഓഫ് ദ പ്രൊഡക്ട്സ് ബിലോ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ബൈ ഇറ്റ് സെൽഫ്. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് അതോരോ സ്ക്വയർ നമ്പേഴ്സാണ്. ആ സ്ക്വയർ നമ്പേഴ്സിനെ ഏതിൻ്റെ സ്ക്വയർ നമ്പറാണ്, അതായത് പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതണം. അതേ നമ്പറിൻ്റെ ഒരു നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതണം. നമുക്ക് നോക്കാം. ആദ്യത്തേത് 9 × 16 ആണ്. 9 നമുക്ക് 3 × 3 എന്ന് എഴുതാം. 16 നമുക്ക് 4 × 4 എന്ന് എഴുതാം. അപ്പോൾ 3 × 3 × 4 × 4. ഇതിനെ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതിക്കൂടെ. അതായത് 3 × 4 × 3 × 4 എന്ന് എഴുതാം. 3 × 4 എന്ന് വെച്ചാൽ 12 ആണ്. 12 × 12 12 × 12 = 144 ആണ്. നോട്ട് ഡൗൺ ദാറ്റ് ഇറ്റ് ഈസ് ഓൾസോ എ സ്ക്വയർ നമ്പർ. ഓക്കെ. ഇനി രണ്ടാമത്തേത് 16 × 36 ആണ്. 16 നമുക്ക് 4 × 4 എന്ന് എഴുതാം. 36നെ 6 × 6 എന്ന് എഴുതാം. നമ്മൾ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ 4 × 6 × 4 × 6. 4 × 6 എന്ന് വെച്ചാൽ 24 ആണ്. സോ 24 × 24 = 576 ആണ്. മൂന്നാമത്തേത് 36 × 49 ആണ്. 36നെ നമുക്ക് 6 × 6 എന്ന് എഴുതാം. 49നെ 7 × 7 എന്നും എഴുതാം. 6 × 6 × 7 × 7. ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 6 × 7 × 6 × 7. 6 × 7 എന്ന് വെച്ചാൽ 42 ആണ്. സോ 42 × 42 = 1764 ആണ്. ഇതിൽ നാലാമത്തേത് 49 × 64 ആണ്. 49നെ നമുക്ക് 7 × 7 എന്ന് എഴുതാം. 64നെ 8 × 8 എന്ന് എഴുതാം. 7 × 7 × 8 × 8. ഓർഡർ ചേഞ്ച് എഴുതുമ്പോൾ 7 × 8 × 8 × 7 അല്ലെങ്കിൽ 7 × 8. 7 × 8 എന്ന് വെച്ചാൽ 56 ആണ്. സോ 56 × 56 = 3136. ഇതിൽ അവസാനത്തേത് നോക്കൂ. 81 × 25 ആണ്. 81നെ നമുക്ക് 9 × 9 എന്ന് എഴുതാം. 25നെ 5 × 5 എന്ന് എഴുതാം. ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 9 × 5 × 9 × 5. 9 × 5 എന്ന് വെച്ചാൽ 45 ആണ്. സോ 45 × 45 = 2025 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 2, കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ പ്രൊഡക്ട്സ് ബിലോ ഇൻ യുവർ ഹെഡ്. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മനക്കണക്കാക്കിയിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. സിമ്പിളാണ്, നമുക്ക് മനക്കണക്കായിട്ട് തന്നെ വേണമെങ്കിൽ ചെയ്യാം. ആദ്യത്തേത് നോക്കൂ, 25 × 4 ആണ്. 25 × 2 എന്ന് വെച്ചാൽ എത്രയാണ് മക്കളെ? 50 ആണല്ലേ. 50ലേക്ക് ഒരു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 50 × 2 100 ആണ്. അപ്പോൾ 25 × 4 = 100 ആണ്. അടുത്തത് 25 × 16. ഇതും സിമ്പിളാണ്. 25 × 16നെ നമുക്ക് 25 × 4 × 4 എന്ന് എഴുതിക്കൂടെ. അതായത് 25 × 4 ചെയ്തതിൻ്റെ 4 മടങ്ങ് അല്ല. 4 × 4 എന്ന് എഴുതാം. നമുക്ക് 16നെ 4 × 4 എന്ന് മാറ്റി എഴുതാം. 25 × 4 × 4. 25 × 4 100 ആണ്. 100 × 4 = 400. സിമ്പിളാണ് മക്കളെ. 25നെ നമ്മൾ 25 എന്ന് തന്നെ എഴുതി. 36നെ നമുക്ക് എന്തെഴുതാം? 4 × 9 എന്ന് മാറ്റി എഴുതിക്കൂടെ. 25 × 4 × 9. ഇതിൽ 25 × 4 എന്ന് വെച്ചാൽ 100 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 100 × 9 900 ആണ് ആൻസർ.
ഇനി അവസാനത്തേത് 25 × 64 ആണ്. ഇത് 64 കാണുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷേ നമുക്ക് സിമ്പിളാണ്. 25 × 16 എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചതുകൊണ്ട് നമുക്ക് സിമ്പിളാണ്. എങ്ങനെയാണ്? 64നെ നമുക്ക് 16 × 4 എന്ന് എഴുതിക്കൂടെ? യെസ്, എഴുതാം. അപ്പോൾ 25 × 16 × 4. ഇതിൽ 25 × 16 എന്ന് വെച്ചാൽ എത്രയാണ് മക്കളെ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 400 ആയിരുന്നു അല്ലേ? സോ 400 × 4, 4 × 4 16 ആണ്. 2 0 കൂടെ ഇട്ട് കൊടുക്കുക. 1600 ആണ് ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 5ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്